അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പപ്പി എന്ന് പറയുന്നത് നമ്മുടെ ടോയ് പൂഡിൽ ബ്രീഡിൽ പെട്ട പപ്പിയാണിത്. ഇതൊരു 45 days ഒക്കെ ആയിട്ടുള്ള പപ്പിയാണ്. അപ്പോൾ ഈ ടോയ് പൂഡിൽ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ അല്ലെങ്കിൽ പൂഡിൽ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ ഒരു 2-3 പ്രത്യേകതകൾ ഞാൻ പറയാം. ഫസ്റ്റിലെ പറയുവാണെങ്കിൽ ഇതൊരു ഹൈപ്പോഅലർജനിക് ആയിട്ടുള്ള ബ്രീഡാണ്. അതായത് സ്മെല്ല് അതല്ലെങ്കിൽ ഇതിൻ്റെ ഷെഡിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം വീട്ടിലൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള ഒരു ബ്രീഡായിരിക്കും പൂഡിൽ എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് പൂഡിൽ എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി ഓടി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ താല്പര്യമുള്ള ഒരു ബ്രീഡാണ് പൂഡിൽ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഇപ്പം വേൾഡിലെ ഒരു ഡോഗ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ടോപ്പ് 5 എപ്പോഴും ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ് പൂഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ട്രെയിനബിൾ ആണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ഇവരെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. പിന്നെ ഈ ടോയ് പൂഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 10 inches അല്ലെങ്കിൽ ഒരു 25 centimeters ആയിരിക്കും ഇവരുടെ കറക്റ്റായിട്ടുള്ള ഹൈറ്റ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഹൈറ്റ് ഒരു 10 inches ഒക്കെ വരുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടോയ് പൂഡിൽ അല്ലെങ്കിൽ പൂഡിൽ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ പ്രത്യേകതകൾ.